Dear students, welcome to Maths class. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് 53-ലുള്ള ക്വസ്റ്റ്യൻ 2 വരെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻടു 2 പാർട്സ് സച്ച് ദാറ്റ് ദ പാർട്സ് ആർ ആസ് സ്പെസിഫൈഡ്. ഓക്കെ, സർക്കിളിനെ ഒരു സർക്കിൾ വരയ്ക്കണം, ഒരു കോഡും വരയ്ക്കണം. എന്നിട്ട് ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ ശരിയാവുന്ന രീതിയിലാണ് നമ്മൾ സർക്കിളും കോഡും വരയ്ക്കേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 80 ഡിഗ്രി. ഓക്കെ, ഒരു ഭാഗത്തുള്ള എല്ലാ ആംഗിൾസും 80 ഡിഗ്രി ആവുന്ന രീതിയിൽ നമ്മളൊരു കോഡ് വരയ്ക്കണം. ആ കോഡിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന സർക്കിളിൽ വരുന്ന എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ എത്രയായി മാറണം? 80 ഡിഗ്രിയായി മാറണം. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് വരച്ചുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ എല്ലാ ആംഗിൾസും 80 ഡിഗ്രിയായി മാറണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ആവണം? അതിന് ഡബിളാണ്, 160 ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ ആദ്യം തന്നെ വരയ്ക്കുന്നു, എന്നിട്ട് ഒരു റേഡിയസ് വരയ്ക്കുന്നു, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുന്നു. പ്രൊട്രാക്ടർ ഇങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഇവിടുന്ന് 0-ൽ സ്റ്റാർട്ട് ചെയ്ത് 160 മാർക്ക് ചെയ്യുന്നു. പ്രൊട്രാക്ടർ എങ്ങനെയാണ് വെക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് വെച്ച് കാണിക്കാതെ തന്നെ പറയുന്നത്. 160 മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത റേഡിയസ് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ 160 ഡിഗ്രി കിട്ടും. 160 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഈ പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ അതൊരു കോഡാണ്. ഓക്കെ, ഈ കോഡ് ഇപ്പോൾ ഈ സർക്കിളിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഇനി ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സ്, ഈ റേഡിയൻസിൻ്റെ എൻഡ് പോയിൻറ്റും ഈ റേഡിയസിൻ്റെ എൻഡ് പോയിൻറ്റും, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന കോഡിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സ്, ആ രണ്ട് എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് ഈ ആർക്കിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ ഉണ്ടാവുന്ന ആംഗിൾസ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഇവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു, ഈ എൻഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, അപ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഈ എൻഡിൽ നിന്ന് വരച്ചു, അപ്പോൾ ഈ ആംഗിൾ 80 ആയിരിക്കും. അങ്ങനെ നമ്മൾ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ആ പോയിന്റിൽ നിന്ന് ഇപ്പോൾ വരച്ചിരിക്കുന്ന കോഡിൻ്റെ എൻഡിലേക്ക് ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ ഉണ്ടാവുന്ന ആംഗിളിൻ്റെ എല്ലാം മെഷർ എത്രയായിരിക്കും? 80 ആയിരിക്കും. ബിക്കോസ് ദ സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ദി 80 ഡിഗ്രി. ഓക്കെ, 80ൻ്റെ ഡബിളായ 160 ആണ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസറായി. ഇനി രണ്ടാമത്തെ എന്താണ്? ഓൾ ആംഗിൾസ് ഓൺ എ പാർട്ട് 110 ഡിഗ്രി. ഓക്കെ, ഒരു ഭാഗത്തുള്ള ആംഗിൾ എത്രയായി മാറണം? 110 ഡിഗ്രിയായി മാറണം. അപ്പോൾ 110 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എത്രയാണ്? 220 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര ആയാൽ മതി? 220 ഡിഗ്രി ആയാൽ മതി. പക്ഷേ പ്രൊട്രാക്ടറിൽ 180 ഡിഗ്രി വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഈ 220-ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആംഗിൾ മാർക്ക് ചെയ്യുന്നു ആദ്യം തന്നെ. കാരണം സെൻട്രൽ ആംഗിൾ എത്രയാണോ? 220 ആണോ? അപ്പോൾ ആ സെൻട്രലിൽ ഉണ്ടാവുന്ന എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 360 ഡിഗ്രിയാണ്. ഇവിടെ എല്ലാ ആംഗിൾസും എന്ന് പറയാൻ മാത്രം ആംഗിൾസ് ഇല്ല, രണ്ട് ആംഗിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് 220 ആണെങ്കിൽ മറ്റേ ആംഗിൾ കിട്ടാൻ 360-ൽ നിന്ന് എന്ത് ചെയ്യുക? 220 മൈനസ് ചെയ്യുക. അപ്പോൾ 140 കിട്ടും. ഓക്കെ, അപ്പോൾ 220യോട് ചേർന്ന് നിൽക്കുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 140 ആയിരിക്കും. ഈ 140 180യേക്കാൾ കുറവായതുകൊണ്ട് അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പ്രൊട്രാക്ടർ വെച്ച് സാധ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ വരച്ചിട്ട് നമുക്ക് 110 മാർക്ക് ചെയ്യണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടണം? 220 കിട്ടണം. അപ്പോൾ സെൻട്രൽ ആംഗിൾ 220 ഇവിടെ കിട്ടണമെങ്കിൽ മറ്റേ ഭാഗത്ത് എത്ര മാർക്ക് ചെയ്യണം? 140 മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റേഡിയസ് വരയ്ക്കുന്നു, എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് എത്ര മാർക്ക് ചെയ്യുന്നു? 140 മാർക്ക് ചെയ്യുന്നു. അങ്ങനെ 140 മാർക്ക് ചെയ്താൽ ഈ ഭാഗത്ത് വരുന്നത് എത്രയായിരിക്കും? 220 ആയിരിക്കും. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ 20.
220. അങ്ങനെയാകുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിൽ വരുന്ന എല്ലാ ആംഗിൾസും എത്രയായി മാറും? 220യുടെ നേർ പകുതിയായ 110 ആയി മാറും. ഓക്കെ, അപ്പോൾ റേഡിയസ് വരച്ചു, പ്രൊട്രാക്ടർ വെച്ചിട്ട് 140 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ 140 എന്ന് എഴുതുന്നു. അപ്പോൾ 220 ഇപ്പുറത്ത് എഴുതുന്നു. കാരണം ഇത് 140 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? 220 ആയി മാറും. ഇനി ഈ 220ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഭാഗത്ത്, ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത്, മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ ആർക്ക്. ഓക്കെ, ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെയെങ്കിലും പോയിൻ്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഈ എൻഡിലേക്കും ഈ എൻഡിലേക്കും വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ എത്രയായിരിക്കും? 110 ആയിരിക്കും. ഇനി ഇവിടെ ഒരു പോയിൻ്റ് എടുത്തിട്ട് ചെയ്താലും കിട്ടുന്നത് 110 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഒരു കോഡ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് റേഡിയയും മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു കോഡ് വരയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യപ്പെട്ട കോഡായി. ഓക്കെ, നൗ ദിസ് കോഡ് ഡിവൈഡ്സ് ദി സർക്കിൾ ഇൻറ്റു 2 ആർക്സ്. ദിസ് ഈസ് 1 ആർക്ക്, ദിസ് ഈസ് അനദർ ആർക്ക്, ആൻഡ് ഇൻ ദിസ് പാർട്ട് ഓൾ ആംഗിൾസ് ആർ 110 ഡിഗ്രി. ഓക്കെ, മൂന്നാമത്തെ, അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഫിഗറാണിത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട്, ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദി അതർ പാർട്ട്. ഓക്കെ, ഒരു ഭാഗത്തുള്ള എല്ലാ ആംഗിൾസും എന്താണ്? മറുഭാഗത്തുള്ള ആംഗിളിൻ്റെ നേർ പകുതിയായി മാറണം. ആ രീതിയിലാണ് നമ്മൾ കോഡ് വരയ്ക്കേണ്ടത്. ഒരു കോഡ് വരച്ചാൽ കോഡിൻ്റെ ഒരു ഭാഗത്തുണ്ടാവുന്ന ആർക്കിലുണ്ടാവുന്ന എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ നേരെ മറുഭാഗത്തുണ്ടാവുന്ന ആംഗിൾസിൻ്റെ നേർ പകുതിയായിരിക്കണം. ആ രീതിയിൽ സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആംഗിൾസ് അങ്ങനെ ഒന്നിൻ്റെ പകുതിയാണ് മറ്റേത് വരേണ്ടതെങ്കിൽ സെൻട്രൽ ആംഗിളും അങ്ങനെ തന്നെ ആവണം. സെൻട്രൽ ആംഗിളിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻട്രൽ ആംഗിൾ ഒന്നിൻ്റെ പകുതിയായിരിക്കണം മറ്റേത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾസ് ആർ ടേക്കൺ ടു ബി എക്സ് ആൻഡ് 2x. ഓക്കെ, ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് അതിൻ്റെ ഇരട്ടിയാവണം, 2x ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് അതിൻ്റെ നേർ പകുതി ഹാഫ് എക്സ് ആണ്. അപ്പോൾ ഹാഫ് എക്സ് എന്നെടുക്കുന്നതിനേക്കാൾ ഹാഫ് എക്സും ഹെക്സും എടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്താണ്? 2xും 2xൻ്റെ പകുതിയായ എക്സും എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ സെൻട്രൽ ആംഗിൾസ് എത്രയൊക്കെയാണെന്ന് എടുക്കുന്നു? എക്സും 2x ആണെന്ന് എടുക്കുന്നു. സെൻട്രൽ ആംഗിൾസ് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ എക്സ് പ്ലസ് 2x ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ എക്സും 2xും കൂടെ എത്രയായി? 3x ആയി. 3x ആണ് 360 എങ്കിൽ x ഈസ് ഈക്വൽ ടു 360/3, ദാറ്റ്സ് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ എക്സ് എന്നാൽ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ മറ്റേത് എത്രയാണ്? 2x ആണ്. 2 × 120 ദാറ്റ്സ് ഈക്വൽ ടു 240. അപ്പോൾ രണ്ടാമത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 240 ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഒന്ന് 120 മറ്റത് 240 ആണ്. 240ൻ്റെ നേർ പകുതിയാണ് എത്ര? ഏത്? 120. ഓക്കെ, അല്ലെങ്കിൽ 120ൻ്റെ ഡബിളാണ് 240. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 360 കിട്ടുകയും. അപ്പോൾ സെൻട്രൽ ആംഗിളിന് ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് സെൻട്രൽ ആംഗിളിൻ്റെ നേർ പകുതിയായിരിക്കും എന്ത്? ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ മെഷർ. അപ്പോൾ 240ക്ക് നേരെ എതിർഭാഗത്തുണ്ടാകുന്ന എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 120 ആയിരിക്കും. 120ന് നേരെ എതിർഭാഗത്തുള്ള എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ ഒന്നിൻ്റെ നേർ പകുതിയായിരിക്കും മറ്റേത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? നേരത്തെ പോലെ തന്നെ സർക്കിൾ വരയ്ക്കുന്നു, ഒരു റേഡിയസ് വരയ്ക്കുന്നു, എന്നിട്ട് 120 240 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 240 നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പ്രയാസമാണ്, കാരണം 180 വരെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 120 കിട്ടി. 120 കിട്ടിക്കഴിഞ്ഞാൽ മറുഭാഗത്തുണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 240 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ 120യും 240 ആയി മാറി. ഈ 120ന് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് ഉണ്ടാകുന്ന 60 ആയിരിക്കും. അപ്പോൾ ഈ എൻഡിൽ നിന്ന് ഈ ആർക്കിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. അപ്പോൾ ഇവിടെയാണ് ഒരു പോയിൻ്റ് ഉള്ളത്. ആ പോയിന്റിൽ നിന്ന് ഈ എൻഡിലേക്കും ജോയിൻ ചെയ്താലുണ്ടാവുന്ന 60 ഡിഗ്രി ആംഗിളായിരിക്കും. കാരണം ഇവിടെ എത്രയാണ്? 120. അപ്പോൾ ഈ ആർക്കിൽ എവിടെ പോയിൻ്റ് എടുത്ത് ചെയ്താലും കിട്ടുന്നതെല്ലാം 60 ആയിരിക്കും. അതേപോലെ ഇവിടെ 240 ആയതുകൊണ്ട് ഇതിൻ്റെ മറുഭാഗത്ത് ഇവിടെ ഈ ആർക്കിൽ എവിടെയെങ്കിലും പോയിൻ്റ് എടുത്തുകൊണ്ട് അത് ഈ എൻഡിലേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെ പ്രത്യേകത നോക്കൂ. ഒന്ന് 60 ആണ്, മറ്റേ 120 ആണ്. അത് 120യുടെ നേർ പകുതിയാണ് 60, അല്ലെങ്കിൽ 60യുടെ നേർ ഡബിളാണ് 120. ഇനി ഇവിടെ നമ്മൾ ഈ ആർക്കിൽ എവിടെ പോയിൻ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്താലും കിട്ടുന്നതെല്ലാം 120 ആയിരിക്കും.
ഈ ആർക്കിൽ എവിടെ പോയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടുന്നതെല്ലാം 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് കോഡ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കോഡ് ഒന്ന് വരയ്ക്കുന്നു. ഓക്കെ, ഇനി അതിലെ ഫോർത്ത് ഫിഗർ എന്താണ്? ഫോർത്ത് ഫിഗർ ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1.5 ടൈംസ് ദി ആംഗിൾസ് ഓൺ ദി അതർ പാർട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കോഡ് വരച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ആർക്സ് ഉണ്ടാവും. അതിൽ ഒരു ആർക്കിലുണ്ടാവുന്ന ആംഗിളിൻ്റെ മെഷർ മറ്റേ ആർക്കിലുണ്ടാവുന്ന ആംഗിളിൻ്റെ 1.5 ടൈംസ് ആയിരിക്കണം. ഓക്കെ, 1.5 ടൈംസ് ആയിരിക്കണം. മറ്റേ ഭാഗത്ത് ഇത്രയാണോ ഉണ്ടായത് അതും അതിൻ്റെ പകുതി കൂടെ ചേർന്നതായിരിക്കണം തൊട്ടടുത്ത് നേരെ എതിരായിട്ടുള്ള ആർക്കിൽ ഉണ്ടാവേണ്ട ആംഗിൾ. അപ്പോൾ അത് ശരിയാകണമെങ്കിൽ ഒന്ന് എത്രയാണോ അതിൻ്റെ 1.5 ടൈംസാണ് മറ്റേ ആംഗിൾ കിട്ടേണ്ടതെങ്കിൽ സെൻട്രൽ ആംഗിളിലും ആ പ്രത്യേകത ഉണ്ടാകണം. സെൻട്രൽ ആംഗിളിൽ രണ്ട് ആംഗിളിൽ ഒന്ന് എത്രയാണോ അതിൻ്റെ 1.5 ടൈംസ് ആയിരിക്കണം മറ്റേ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1.5 ആണ്. സെൻട്രൽ ആംഗിളിൻ്റെ മെഷേഴ്സിൻ്റെ റേഷ്യോ ആണ് പറയുന്നത് 1:1.5. ഈ 1:1.5 എന്നുള്ളത് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 2:3 എന്ന് എഴുതാം. റേഷ്യോൻ്റെ പ്രത്യേകത എന്താ? റേഷ്യോയിൽ രണ്ട് നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നിനെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് തന്നെ മറ്റേതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോയിൽ ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, അപ്പോൾ 1:1.5 എന്നുള്ളത് റേഷ്യോ അങ്ങനെ തന്നെ നിലനിൽക്കാൻ എന്ത് ചെയ്യുക, ഈ 1.5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്രയായി മാറും? 3 ആയി മാറും. അപ്പോൾ ഈ ഹാഫിൻ വരുന്ന ഒരു പ്രയാസം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1.5 × 2 എന്ന് പറഞ്ഞാൽ 3 ആയി. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഈ 1നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ. 1 × 2 = 2. അപ്പോൾ 1:1.5 എന്നുള്ളത് 2:3 എന്നായി മാറി. ഓക്കെ, അപ്പോൾ ഇതേ റേഷ്യോ തന്നെയാണ് ഇത്. അപ്പോൾ സെൻട്രൽ ആംഗിൾസിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3 ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾസ് ആർ ടേക്കൺ ടു ബി 2x ആൻഡ് 3x. ഇപ്പോൾ റേഷ്യോ 2ഉം 3ഉം ആണെങ്കിൽ ഏതോ ഒരു നമ്പറിൻ്റെ 2 ടൈംസ് ആണ് അതേ നമ്പറിന് തന്നെ 3 ടൈംസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ആംഗിൾ 2x എന്നും മറ്റേ ആംഗിൾ 3x എന്നും എടുക്കണം. ഓക്കെ, അപ്പോൾ 2xും 3xും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 360 കിട്ടണം. കാരണം സെൻട്രൽ ആംഗിൾ എപ്പോഴും എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ സെൻട്രലിൽ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 360 കിട്ടുക. അപ്പോൾ 2x + 3x 5x ആണ്. അപ്പോൾ 5x ആണ് 3x. അപ്പോൾ x = 360. 5x ആണ് 360. അപ്പോൾ x = 360/5. 360/5 = 72. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 72 ആണ്. പക്ഷേ നമ്മുടെ രണ്ട് ആംഗിൾസിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3 ആണ്. അപ്പോൾ 2x എത്രയാണ് 3x എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 2x = 2 × 72 ദാറ്റ് = 144. 3x = 3 × 72 ദാറ്റ് = 216. അപ്പോൾ സെൻട്രലിൽ ഉണ്ടാവേണ്ട രണ്ട് ആംഗിൾസ്, രണ്ട് സെൻട്രൽ ആംഗിൾസ് ഏതൊക്കെയാണ്? 144ഉം 216ഉമാണ്. ഓക്കെ, 216 എന്ന് പറയുന്നത് 216 എന്ന് പറയുന്നത് 180യേക്കാൾ വലുതായതുകൊണ്ട് അത് നമുക്ക് പ്രൊട്രാക്ട് വെച്ച് അളക്കാൻ പ്രയാസമാണ്, മാർക്ക് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ മറ്റേ ആംഗിൾ അതായത് 144 ആദ്യം മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് ഒരു റേഡിയസ് വരയ്ക്കുന്നു, പ്രൊട്രാക്ടർ വെച്ചിട്ട് 144 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് 144 ആയി മാറുന്നതുകൊണ്ട് മറ്റേത് എന്താവും? 216 ആവും. ഇനി ഈ ഭാഗത്ത് എവിടെ പോയിൻ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്താലും ഈ 144ൻ്റെ പകുതിയെ 72 കിട്ടും. അതുപോലെ ഈ ഭാഗത്ത് എവിടെ പോയിൻ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്താലും കിട്ടുന്ന ആംഗിൾ ഈ 216ൻ്റെ നേർ പകുതി 108 ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആംഗിളും ഇവിടെ ഒരു ആംഗിളും മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയിൻറ്റ്സ് എടുത്തിട്ട് ജോയിൻ ചെയ്ത് നോക്കാം. ആ കിട്ടുന്നതെല്ലാം 72 അല്ലേ എന്നുള്ളത് പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അതേപോലെ ഈ ആർക്കിൽ എവിടെയും പോയിൻ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ആംഗിളെല്ലാം മെഷർ ചെയ്ത് നോക്കാം. എല്ലാം 108 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളോട് കോഡും സർക്കിളാണ് വരയ്ക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് കോഡ് ആവശ്യമാണ്. ആ കോഡ് നമ്മൾ വരയ്ക്കുന്നു. ഇപ്പം ഈ കോഡ് ഈ സർക്കിളിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. അതിലൊരു പാർട്ടിൽ ഓൾ ആംഗിൾസ് ആർ 72 ഡിഗ്രി. ഓൺ ദി അതർ പാർട്സ് all angles are 108 degree. That means the ratio of these two angles is
1:1.5 or 2:3. Okay, this angle is 1.5 times of 72. 72ൻ്റെ ഹാഫ് എത്രയാണ്? 36 ആണ്. അപ്പോൾ 72 plus 36 is equal to 108 and that is this one. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 4 ഫിഗേഴ്സ് ആയിട്ടുണ്ടായിരുന്നു വരയ്ക്കാനുണ്ടായിരുന്നു. ആ 4 ഫിഗേഴ്സ് നമ്മൾ വരച്ചു, സർക്കിൾസും കോഡ്സും വരച്ചു. അതിൽ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. എ റോഡ് ബെൻഡ് ഇൻ ടു an angle is placed with its corner at the center of a circle. അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. ഒരു കോഡ് എന്ത് ചെയ്തു? ഒരു റോഡ്, ഒരു കമ്പി കഷ്ണം വളച്ചിട്ട് ഇങ്ങനെ ഒരു ആംഗിളിൻ്റെ ഷേപ്പിലാക്കി. എന്നിട്ട് അത് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 1/10 ഓഫ് ദ സർക്കിൾ ലൈസ് വിത്തിൻ ഇറ്റ്. ഓക്കെ, അങ്ങനെ വെച്ചപ്പോൾ ഈ 2 ആംസ് ഉണ്ടല്ലോ, ആംഗിളിൻ്റെ 2 ആംസ്, അതിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗം, സർക്കിളിൻ്റെ ഒരു ഭാഗം എന്താണ്? ഈ സർക്കിളിൻ്റെ ടോട്ടൽ സർക്കംഫറൻസിൻ്റെ, ഓക്കെ, ഈ വട്ടത്തിന് എത്ര നീളമുണ്ടോ അതിൻ്റെ 1/10 ആണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് എന്ന് കാണാൻ സാധിച്ചു. ഓക്കെ, then if it is placed with its corner on another circle. ഓക്കെ, എന്നാൽ ഇതേ കമ്പി കഷ്ണം, ഈ വളച്ച ഈ ആംഗിൾ എവിടെ വെക്കുക? വേറൊരു സർക്കിളിൻ്റെ മേലെ വെക്കുക. സർക്കിളിൻ്റെ മേലെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെർട്ടെക്സ് എവിടെ വരണം? സെൻട്രൽ വരുന്നതിന് പകരം മറ്റൊരു സർക്കിളിൻ്റെ മുകളിൽ വരണം. സെൻട്രലല്ല വരേണ്ടത്, സർക്കിളിൻ്റെ മുകളിലുള്ള ഒരു ബിന്ദുവിൽ വെക്കണം. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ വുഡ് ബി വിത്തിൻ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ എത്ര ഭാഗം ഈ 2 ആംസിൻ്റെ ഇടയിൽ വരും? ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ എത്ര ഭാഗം വരും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ വെച്ചിരിക്കുന്ന ഈ ആംഗിൾ എന്ത് ചെയ്തു? മറ്റൊരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൻ്റെ സെൻട്രൽ വെക്കുന്നതിന് പകരം ആ സർക്കിളിൽ ഒരു പോയിൻ്റായി ഇവിടെ വെച്ചു. ഓക്കെ, അങ്ങനെ വെക്കുമ്പോൾ ഈ 2 ആംസ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഭാഗം, സർക്കിളിൻ്റെ ഒരു ഭാഗം വരുന്നില്ല. ഇത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ എത്ര ടൈംസ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ആദ്യത്തെ ഫിഗറാണ്. ഈ ആദ്യത്തെ ഫിഗറിൽ സെൻട്രൽ ആംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ആകുമ്പോൾ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ 1/10 എവിടെ വന്നു? ഈ 2 ആംസിൻ്റെ ഇടയിൽ വന്നു. ഇനി ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ എക്സ് ഡിഗ്രിയുള്ള ആംഗിൾ തന്നെയാണ് രണ്ടാമത്തെ സർക്കിളിൽ ഒരു പോയിന്റിൽ വെക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സർക്കിൾ വരച്ചു, ഈ ആംഗിൾ എവിടെ വെച്ചു? ഈ സർക്കിളിൽ ഒരു പോയിന്റിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതിൻ്റെ ഈ ആം ഇങ്ങനെ ഇതിലെ പോവും, ഈ ആം നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിൽ നീട്ടി വരയ്ക്കാമല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇത്രയും ഭാഗം ഈ 2 ആംസിൻ്റെ ഇടയിലാണ്. ഈ ഭാഗം ഈ ടോട്ടൽ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ്. ഈ പുതിയ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എക്സ് ആണ്, അതായത് സർക്കിൾ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഈ ആം സർക്കിളിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന്, അതേപോലെ തന്നെ ഈ ആം സർക്കിളിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണുള്ളത്. ഓക്കെ, ഈ 2 പോയിന്റിൽ നിന്നും കേന്ദ്രത്തിലേക്ക് വരച്ചിരിക്കുന്ന റേഡിയൈ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങോട്ട് വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കേണ്ട കാര്യമില്ല, ഇത് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതവിടെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇത് എന്തുപോലെയാണ്? ഈ പോയിന്റിൽ നിന്ന് സെൻട്രലിലേക്ക് വരച്ചിരിക്കുന്ന റേഡിയസ് ആണ്. ഇതും അതേപോലെ റേഡിയസ്. അപ്പോൾ ഈ റേഡിയസും കൂടി ചേർന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയും. ഏത് ആർക്കിൻ്റെ? ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയും. ഓക്കെ, ഈ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായ ഈ ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണത് എക്സ് എങ്കിൽ സെൻട്രൽ ആംഗിൾ എന്താവും? ഇതിൻ്റെ ഡബിൾ ആവും, 2x ആവും. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻട്രൽ നേരത്തെ വന്ന പോലെ എക്സ് ആയിരുന്നു വന്നതെങ്കിൽ ഈ സർക്കിളിൻ്റെ 1/10 പാർട്ടാവുമായിരുന്നു എവിടെ ഉണ്ടാവുക? ഈ ഏരിയയിൽ ഉണ്ടാവുക, ഈ ഭാഗത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ 1/10 ആകുമായിരുന്നു. ഇവിടെ എന്തായിരുന്നെങ്കിൽ എക്സ് ആയിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ എന്താണുള്ളത്? 2x ആണുള്ളത്. അപ്പോൾ എക്സിൻ്റെ ഡബിൾ വന്നു. എക്സിൻ്റെ ഡബിൾ വന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഭാഗം വരും? 1/10
2 ടൈംസ് വരും, ഡബിൾ വരും. ഓക്കെ, അപ്പോൾ 1/10 ഇൻറ്റു 2, 1/10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2/10. അതായത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ 2/10 ഭാഗം എവിടെ വരും? ഇവിടെ വരും. ഈ ആമിനും ഇടയിലായി ഇവിടെ ഉണ്ടാകും. എത്രയാണോ ഈ സർക്കംഫറൻസ് അതിൻ്റെ 2/10 എവിടെ വരും? ഈ രണ്ട് ആമിനും ഇടയിൽ വരും. ഓക്കെ, സപ്പോസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ at the center in the first figure is equal to x. Okay, the same angle is placed at a point on the circle in the second figure. അതേ ആംഗിൾ ആണ് ഇത് സെക്കൻഡ് ഫിഗറിൽ ഒരു പോയിന്റിൽ വെച്ചിരിക്കുന്നത്. therefore angle at the center is 2x. അങ്ങനെയാണെങ്കിൽ ഇത് x ആണെങ്കിൽ സെൻട്രലുള്ള ആംഗിൾ എത്രയായി മാറും? 2x ആയി മാറും. ഓക്കെ, when central angle is x, 1/10 of circle lies within the arms of the angle. Okay, when central angle is x, 1/10 of the circle lies within the arms of the angle. Therefore 2 times of 1/10, that is 2 into 1/10, 2/10 of the circle lies within the arms of the angle in the figure 2. Okay, അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ എന്താണ് ഈ സർക്കംഫറൻസിൻ്റെ 2/10 പാർട്ട് ഈ രണ്ട് ആംസിൻ്റെ ഇടയിലായിട്ട് വരും. അതായത് ഈ പാർട്ട് എന്താണ് ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ അല്ലെങ്കിൽ സർക്കംഫറൻസിൻ്റെ 2/10 പാർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 1/10 പകരം 2/5 എന്നായിരുന്നു തന്നതെങ്കിൽ 2/5 എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 2/5 എന്ന് പറഞ്ഞാൽ 4/5 ടൈംസ് ആയിരിക്കും ഏത് ഇതിനിടയിൽ വരും. അപ്പോൾ ഇവിടെ എത്രയാണോ വന്നത്, ഇവിടെ ഏത് റേഷ്യോ ആണോ തന്നത് അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷൻ ആണോ തന്നത് അതിൻ്റെ 2 ടൈംസ് എടുത്താൽ നമുക്ക് ഈ പാർട്ട് കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the picture, O is the center of the circle and ABC are points on it. Prove that OAC plus ABC is equal to 90 degree. Okay, ഇവിടെ സർക്കിൾ ഉണ്ട്. In the picture, O is the center of the circle. ഒരു പിക്ചർ ഉണ്ട്, ആ പിക്ചറിൽ O സെൻറ്റർ ആണ്. ABC are points on it. എയും ബിയും സിയും ഒക്കെ ഈ സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. Prove that angle OAC plus angle ABC, OAC പ്ലസ് ആംഗിൾ ABC, അതായത് ഈ ആംഗിളും ഇവിടെ ഉണ്ടായ ഈ ആംഗിളും രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 90 ഡിഗ്രി കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. അതേ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു റേഡിയസ് കൂടി വരയ്ക്കുന്നു. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിളും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ OA ആൻഡ് OC ആർ റേഡിയായി. therefore this is an isosceles triangle. therefore this angle will be x. if it is x, this will be x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും എന്തെഴുതാം? എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് കണ്ടെത്താം. because 180 minus 2x, x plus x is 2x. ഓക്കെ, അപ്പോൾ 180 minus 2x ആയിരിക്കും എന്ത്? ആംഗിൾ AOC എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ OA is equal to OC, ആംഗിൾ OAC equal to ആംഗിൾ OCA, that is equal to x. ഓക്കെ, OAC is equal to OCA, that is equal to x. അപ്പോൾ ആംഗിൾ AOC is equal to 180 minus 2x. ഇത് ഈ സെൻട്രലാണ് ആംഗിളാണ് AOC, അത് എത്രയാണ്? 180 minus 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ആംഗിൾ B. ഓക്കെ, ആംഗിൾ ABC is equal to ആണ് ഇതിൻ്റെ നേർ പകുതിയാണ്. ഇതിപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 180 minus 2x ആണ്. ഓക്കെ, സോ 180 minus 2x by 2. 180 minus 2x by 2 ഈ ഹോൾ ഡിവൈഡഡ് ബൈ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ വരയ്ക്കണം. ഓക്കെ, ബൈ 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫാണ്. ഇതിൻ്റെ ഹാഫ് കിട്ടാൻ ഈ 180യുടെ ഹാഫും ഈ 2xൻ്റെ ഹാഫും എടുത്താൽ മതി. ഓക്കെ, ഇതിന് രണ്ടിൻ്റെയും ഹാഫ് എടുക്കണം. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഹാഫ് എടുത്താൽ പോരാ, കാരണം ഇവിടെ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന സൈൻ ഏതാണ്? മൈനസാണ്. ഓക്കെ, സബ്ട്രാക്ഷനെ സൂചിപ്പിക്കും. സബ്ട്രാക്ഷനോ
അഡിഷനോ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ നമ്പറിനെയും രണ്ടിനെയും എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഇൻറ്റു ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 180 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 90 എന്നും 2x/2, അപ്പോൾ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 കിട്ടും. അപ്പോൾ 1x, ഇപ്പോൾ -x എന്ന് കിട്ടും. അതാണ് 90 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് 180 മൈനസ് 2x. ഓക്കെ, ഇത് എക്സ്, അതുകൊണ്ട് ഇത് എക്സ്. അപ്പോൾ ഇത് 180 മൈനസ് 2x, ഇത് 180 മൈനസ് 2x ആണെങ്കിൽ അതിന് നേർ ഹാഫ് ആയിരിക്കും ഇത്. അത് 90 മൈനസ് എക്സ്. അപ്പോൾ 90 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഇസ് ഈക്വൽ ടു 90 എന്നാണ്. അപ്പോൾ ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഇസ് ഈക്വൽ ടു എന്ന് എഴുതി. എന്താണ് OAC ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് എഴുതി പ്ലസ്. ഓക്കെ, ABC, വാട്ട് ഈസ് ABC നമുക്കിപ്പോൾ കിട്ടി 90 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 90 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 90 മൈനസ് എക്സിൽ ഒന്ന് എക്സും മറ്റേത് മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് എന്താവും? 0 ആവും. പിന്നെ എന്ത് മാത്രമേ ബാക്കിയാവുള്ളൂ? 90 കിട്ടും. സോ വി ഗെറ്റ് ഈക്വൽ ടു 90. ദാറ്റ് ഈസ് ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഒരു 3 ക്വസ്റ്റ്യൻസും കൂടെ ഇതിൽ ബാക്കിയുണ്ട്. ദാറ്റ് വി കൻ ഡിസ്കസ് ഇൻ ദ next class. Thank you.